എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്മൈലിയുടെ റെസിപ്പിയാണ്. സ്മൈലി സാധാരണ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിന് നിങ്ങൾക്ക് ചിക്കൻ മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സാധാരണ സ്മൈലി ചെയ്യാറ് ബ്രെഡ് ക്രംസിലൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, പകരം റവയാണ് എടുത്തുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഒന്ന് ഉടച്ചു വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ കറിവേപ്പില യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ ഒന്ന് അരച്ച് വെച്ചിട്ടുള്ളതാണിത്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഇത് 4 ടേബിൾ സ്പൂൺ റവയാണ്. റവയ്ക്ക് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്മൈലി നന്നായിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനും പൊട്ടറ്റോവും എല്ലാം ഒരേപോലെ എല്ലാ സ്ഥലത്തേക്കും എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്മൈലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടതൊരു സ്ട്രോ ആണ്, അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കണ്ണിൻ്റെ സ്ഥാനത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ എടുക്കുക, അതിനുശേഷം ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരു സ്മൈലി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എത്ര തിക്നെസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ പരത്തി കൊടുക്കുക. അതിനുശേഷം കട്ട്ലറ്റ് കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്മൈലി ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വടയുടെ ഷേപ്പിൽ ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ സ്മൈലിയൊക്കെ ആക്കി കൊടുത്താൽ അവർക്ക് നല്ല താല്പര്യമായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്ക്. സാധാരണ സ്മൈലിയിൽ ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ റവയും കോൺഫ്ലോറും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി കിടപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്മൈലീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ ഉൾഭാഗമൊന്നും നന്നായിട്ട് ഫ്രൈ ആയി വരില്ല. അപ്പോൾ കുറേ സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആയി എടുക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ചേർത്തിരിക്കുന്ന കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്മൈലീസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.